ഹലോ കൂട്ടുകാരെ, 29 വയസ്സിലൊരു മോഹം തോന്നുക വേറൊന്നുമല്ല കേട്ടോ, ഒരു പട്ടോളം ബ്ലൗസ് ഇടാനായിട്ട്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേനും ഒരു സെറ്റ് സാരി എടുത്തിട്ട് വന്നു. അപ്പോൾ അത് എടുത്ത് നോക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ബ്ലൗസ് തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പോളി കോട്ടൻ്റെ ഒരു കറുത്ത ബ്ലൗസായിരുന്നു കേട്ടോ. പ്രിൻസസ് കട്ടൊക്കെ ആയിട്ട് ഞാൻ വെട്ടി വൃത്തിയായിട്ടൊക്കെ തയ്ച്ചെടുത്തു. ഫുൾ സ്ലീവൊക്കെ വെച്ചു. അതിനകത്ത് കുറേ കണ്ണാടിയൊക്കെ ഒട്ടിച്ച് കൊടുത്തു. അപ്പോഴത്തേനും ഒരു ഫിനിഷിങ് തോന്നാത്തതുകൊണ്ട് കറുത്ത മുത്തുകൊണ്ട് ചുറ്റും ഒന്ന് പണിത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് മൊത്തം തീർന്നിട്ടില്ല, സമയം എടുക്കും. അപ്പോൾ നമ്മുടെ പാവാട ഏകദേശമൊക്കെ ഞാൻ തയ്ച്ചെടുത്തത് അതിൻ്റെ അറ്റത്ത് വരുന്ന സംഭവം കൊണ്ടോ, നമ്മുടെ അജ്രക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ വെച്ചതല്ല, ആ സാരി തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ നമ്മുടെ ആ കറുത്ത ബ്ലൗസോട്ട് യാതൊരു മാച്ചും ഇല്ലാത്തതുകൊണ്ട് വേറെ ബ്ലൗസ് തയ്ക്കണമെന്ന് അനിയത്തിമാർ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യാമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്നപ്പോഴത്തേനും മിച്ചം ഉണ്ടായിരുന്ന നമ്മുടെ സാരിയുടെ മുന്താണിയില്ലേ, അതെടുത്ത് ഞാനൊരു താജ്മഹൽ പടുന്നെന്ന് വേണം പറയാൻ. ദേ നോക്കൂ, ഇതാണ് അതിൻ്റെ ഫൈനലൊക്കെ. അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സംഭവമൊക്കെ വെച്ചിട്ട് ഞാൻ പ്രിൻസസ് കട്ട് തന്നെയാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഞാൻ ഒട്ടും ആഗ്രഹിച്ചത് ഇങ്ങനൊരു ബ്ലൗസ് ചെയ്യാനല്ല, എന്നാലും ഞാൻ തട്ടിക്കുട്ടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൈ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കുന്നത്. വേറൊന്നും അല്ല, പഫ് വന്നിട്ട് ഇങ്ങനെ താഴത്തെ പടി. ഇതിപ്പോൾ ലേറ്റസ്റ്റ് മോഡലൊന്നും അല്ലല്ലോ, ഇപ്പോൾ കുറേ പഴക്കമുള്ളതല്ലേ. അപ്പോൾ ഇതിന് ഞാൻ സിബ് വെക്കാമെന്നായിരുന്നു വിചാരിച്ചത്. സിബ് വെച്ചില്ല, പിന്നെ ഹുക്ക് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഇട്ടിട്ട് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അതായത് ഒറ്റയ്ക്കായിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എല്ലാവരും പറഞ്ഞു കൊള്ളായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.